വയനാട് തിരുനെല്ലിയിലെ നാട്ടുകാർക്ക് കഴിഞ്ഞ രാത്രി ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. അമ്മയെ കൺമുന്നിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നേരിൽ കാണേണ്ടി വന്ന മകളുടെ നിലവിളി ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. അതിനിടെ കുഞ്ഞനുജത്തിയെ കാണാതായതിൻ്റെ ആശങ്കയും. യുവതിയെ കുത്തിക്കൊന്ന ശേഷം അവളുടെ 9 വയസ്സുള്ള മകളെയും കുത്തി കടന്നുകളഞ്ഞ ആൺസുഹൃത്തിനെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. കൊലപാതകമുണ്ടായ സ്ഥലത്തിന് സമീപം വനമേഖലയിൽ നിന്നാണ് മരിച്ച പ്രവീണയുടെ മകളെയും പ്രതി ദിലീഷിനെയും കണ്ടെത്തിയത്. ആൺസുഹൃത്തിൻ്റെ വെട്ടേറ്റ് യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിലാകുമ്പോൾ പുറത്തുവരുന്നത് ലിവിംഗ് ടുഗദർ ബന്ധത്തിലെ വിള്ളലും പ്രതികാരവുമാണ്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് തിരുനെല്ലി സ്വദേശിനി പ്രവീണ കൊല്ലപ്പെട്ടത്. ഇവരോടൊപ്പം കഴിഞ്ഞിരുന്ന ദിലീഷാണ് കൊലപാതകം നടത്തിയത്. ആക്രമണത്തിൽ മൂത്ത മകൾ അനർഘയ്ക്കും പരുക്കേറ്റിരുന്നു. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ അനർഘയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ഇളയക്കുട്ടി അഭിനയെയും ദിലീഷിനെയും കാണാതായി. ആക്രമണം കണ്ട് ഭയന്ന ഇളയക്കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിതെറ്റി വനത്തിൽ അകപ്പെട്ടിരിക്കാമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ കുട്ടിയെ ദിലീഷ് തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ രാവിലെയാണ് കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തിയത്. ഭർത്താവ് സുധീഷുമായി അകന്നു കഴിഞ്ഞിരുന്ന പ്രവീണ മക്കളായ അനർഘ, അഭിന എന്നിവർക്കൊപ്പമാണ് വാഗേരിയിൽ താമസിച്ചിരുന്നത്. രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെയോടുകൂടിയാണ് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. കൊലപാതകം നടന്ന വീടിന് മീറ്ററുകൾക്കപ്പുറത്ത് വനമേഖലയോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നത്. ദിലീഷ് കുട്ടിയെ ഇവിടെ പിടിച്ചുവെക്കുകയായിരുന്നു. സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് കുട്ടിയെ രക്ഷപ്പെടുത്തി ദിലീഷിനെ കസ്റ്റഡിയിലെടുത്തു. തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. സംഭവം അറിഞ്ഞ് തിരുനെല്ലി പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രാത്രി മുഴുവനും പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെയും കുട്ടിയെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചും തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചും നടത്തിയ ഊർജിതമായ തിരച്ചിലിനൊടുവിലാണ് എസ്റ്റേറ്റിന് സമീപത്തെ ഒഴിഞ്ഞ വീട്ടിൽ നിന്ന് ദിലീഷിനെയും കുട്ടിയെയും കണ്ടെത്തുന്നത്. തിരച്ചിലിനിടെ ഒരു മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ദിലീഷ് പ്രവീണയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും ലഭ്യമായിട്ടില്ല. അടുത്തിടെ ദിലീഷുമായി പ്രവീണ അകലാൻ തുടങ്ങിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ദിലീഷിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 വയനാട്.